സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റം ചെറുക്കണമെന്ന മുന്നറിയിപ്പുമായി അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യങ്ങൾ വിജയിക്കാൻ അനുവദിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ളയും ഹമാസും രംഗത്തെത്തി. ISIS വിഭാഗത്തിനെതിരെ ആവശ്യമെങ്കിൽ ആക്രമണം തുടരാമെന്നും അമേരിക്ക അറിയിച്ചു. സർക്കാർ രൂപവൽക്കരിക്കാനുള്ള വിമതപക്ഷത്തിന്റെ നീക്കം തുടർന്നു വരികയാണ്. ബഷറുൽ അസാദ് ഭരണം കടപുഴകിയതോടെ സിറിയയിൽ രൂപപ്പെട്ട അരക്ഷിതാവസ്ഥ മുതലെടുക്കാൻ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. അമേരിക്കയുടെ മൗനാനുവാദത്തെ സിറിയയുടെ സൈനിക സംവിധാനങ്ങൾ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നാണ് പിന്നീട് 3 ദിവസങ്ങളിലായി ഇസ്രായേൽ നടത്തിയത്. തങ്ങൾക്ക് ഭീഷണിയാകുന്ന സൈനിക സംവിധാനങ്ങൾ തകർക്കാൻ ഇനിയും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. 300-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇതിനകം ദമാസ്കസ് ഉൾപ്പെടെയുള്ള സിറിയൻ പ്രദേശങ്ങളിൽ നടത്തിയത്. അസാദ് ഭരണകാലത്തെ വ്യോമ, നാവിക, കരസേനാ താവളങ്ങൾക്കെല്ലാം തകർക്കപ്പെട്ടിരുന്നു. ആയുധ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ചാമ്പലായി. സിറിയയിൽ ആരധികാരത്തിൽ വന്നാലും ഒരു തരത്തിലും തങ്ങൾക്ക് ഭീഷണിയാകില്ലെന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു. സിറിയയിൽ ഇസ്രായേൽ തുടരുന്ന കടന്നാക്രമണത്തെ അപലപിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വരികയും ചെയ്തു. അന്തർദേശീയ സമൂഹം മൗനം പാലിക്കുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് അറബ് ലീഗ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സിറിയയുടെ പരമാധികാരവും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നടപടികൾക്ക് അറബ് ലീഗും ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ OICയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണവും അധിനിവേശവും ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലെബനനിലെ ഹിസ്ബുള്ളയും ഫലസ്തീൻ പ്രതിരോധ സംഘടനയായ ഹമാസും വ്യക്തമാക്കുകയും ചെയ്തു. US-ഉം ഇസ്രായേലും സിറിയയിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്ന് ഇരു സംഘടനകളും അറബ് മുസ്ലിം രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആവശ്യമെങ്കിൽ ഭീകരവാദികളെ തുരത്താൻ ഇനിയും ആക്രമണത്തിന് മടിക്കില്ലെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സിറിയയിൽ പുതിയ സർക്കാർ രൂപവൽക്കരണ നീക്കങ്ങൾ മന്ദഗതിയിലാണ് ഇപ്പോൾ തുടരുന്നത്.